പൂമുഖവാതിൽക്കൽ കെട്ടിയാനേയും കാത്തു നിൽക്കുവല്ല, കേക്കും കാത്തു നിൽക്കുവാണ്. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്നതാ. നിന്ന് കാല് കഴിച്ചപ്പോൾ കുറച്ച് സമയം അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അന്നേരം ദേ വരുന്നുണ്ട് എൻ്റെ കെട്ടി എന്നെ വഴക്കുറയടി, എഴുന്നേറ്റ് പോടി അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ. എങ്കിൽ പിന്നെ അടുക്കളയിൽ പോയി ഒരു കൈ സഹായിച്ചേക്കാന്ന് കരുതി ഞാൻ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ അമ്മ സിന്ധു ചേച്ചി അടപ്രഥമനൊക്കെ വെച്ച് കഴിയാറായി. ഏകദേശം പായസം വെന്ത് കഴിഞ്ഞ്, എന്നാലും സഹായിക്കണമല്ലോ. അപ്പം ഞാൻ വെറുതെ ആ പായസത്തിനെ ഒന്ന് ഇളക്കി സഹായിക്കാമെന്ന് കരുതി. കൂട്ടത്തിൽ എനിക്ക് വീഡിയോ എടുക്കാമല്ലോ. ഇനി ഇവിടുത്തെ വിശേഷം പറയുകയാണെങ്കിൽ ഇതാണ് നവ്യ കാറ്ററിംഗ്. ഈ പേരിൻ്റെ ഉടമയുടെയാണ് ഇന്നത്തെ ബർത്ത്ഡേ. നവ്യയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം ഒരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. അതിലിവിടുത്തെ ഫുഡിൻ്റെ വിശേഷവും ഇവിടെയുള്ള എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ ചേച്ചി ഇന്ന് വൈകിട്ട് ഹോസ്റ്റലിൽ ഫുഡ് കൊടുക്കണം പിള്ളേർക്ക്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറി, ചപ്പാത്തിയും ചിക്കനുമാണ്. നവ്യയുടെ അമ്മുമ്മയാണ് കേട്ടോ ചപ്പാത്തി മാവ് പരത്തുന്നത്. ഇവിടെ നവ്യയുടെ ചേച്ചിയുണ്ട് ദിവ്യതയെ താഴെ ഇരുന്ന് സവാള അരിയുന്നുണ്ട്. അവരാരും മുഖം കാണിക്കൂല കേട്ടോ. ദേ വന്ന് എൻ്റെ കഥാനായകൻ, എൻ്റെ കെട്ടിയോൻ, എൻ്റെ വീട്ടിലെ ചപ്പാത്തി എക്സ്പേർട്ട്, ചപ്പാത്തി മേക്കർ രാജേഷ്. എൻ്റെ പൊന്ന് ദൈവമേ, ചപ്പാത്തി പരത്തലിന് 1ാം സമ്മാനമുണ്ട് എൻ്റെ കെട്ടിയോന് കിട്ടും. അങ്ങനെ സന്ധ്യയായിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ കേക്ക് വന്നില്ല. അമ്മുമ്മ വിളക്ക് എത്തിക്കാൻ പോയി. അപ്പോൾ പിന്നെ ഞാനും കൂട്ടത്തിൽ പ്രാർത്ഥിച്ചേക്കാന്ന് കരുതി. പ്രാർത്ഥന കഴിയാറായപ്പോഴത്തേക്ക് ദേ നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. കേക്ക് കൊണ്ടുവന്നതാരാ? ഇതാണ് നമ്മുടെ ഇന്നത്തെ കഥാനായിക നവ്യയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പം നവ്യ തന്നെ പോയി വാങ്ങിയിട്ട് വന്നതാണ് കേക്ക്. ദേ നടന്നു പോയിട്ട് ഒരു കവർ മുട്ടായി എടുത്തുകൊണ്ട് വന്ന് ദാണ്ട പൊട്ടിച്ചിടുന്നു. സ്വന്തമായിട്ട് പോയി കേക്ക് മേടിച്ചുകൊണ്ട് വന്ന് സ്വന്തമായിട്ട് അതിരുന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഏകദേശം അലങ്കോലപ്പണികളൊക്കെ കഴിയാറായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇവിടെ കാണാം. കാരണം ഞാൻ ഇവരെ നന്നായിട്ട് സഹായിക്കാൻ പോകാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം തിന്ന് സഹായിക്കാറുണ്ട്. പിന്നെ അതും പോരാഞ്ഞിട്ട് എൻ്റെ നെറ്റ് തീരുമ്പോൾ അവിടെ പോയി വൈഫൈ OC സഹായിക്കാറുണ്ട്. അതൊക്കെയാണ് എൻ്റെ സഹായം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ അതേ ഒരുവിധം എല്ലാം അടിപൊളിയായിട്ട് കൊച്ചു ഡെക്കറേറ്റ് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കട്ട് ചെയ്യാനുള്ള സമയമാണ്. അയ്യോ, എൻ്റെ VIP ഗസ്റ്റ് ഇതുവരെ എത്തിയില്ല. എവിടെയാണോ എന്തോ വന്ന്. എൻ്റെ താരം വന്ന്. പാവം ട്യൂഷന് പോയിരുന്നതാ, കുഴഞ്ഞ് ഇരുന്ന്. കേക്ക് മുട്ടായി കണ്ടതിൻ്റെ സന്തോഷം. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് മിക്കവാറും അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. മുട്ടായി വാരിക്കൊണ്ട് ഓടും. അത് നവ്യമായിട്ട് അടികൂടുന്നതാണ് കേട്ടോ. എങ്കിൽ പിന്നെ അവളുടെ വക ബർത്ത്ഡേ ആയിട്ടൊരു ഡാൻസ്. ഡേ ബാക്കിൽ നിന്ന് അവളുടെ അച്ഛൻ എന്തൊക്കെയോ കാണിക്കുന്നു. എൻ്റെ ദൈവമേ, അതാ എൻ്റെ ചെസ് നമ്പർ 2 എൻ്റെ മകനും ട്യൂഷൻ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ VIP ഗസ്റ്റുകളൊക്കെ എത്തിയ സ്ഥിതിക്ക് അടുത്തതായിട്ട് കേക്ക് കട്ടിങ് ആണ്. എൻ്റെ കൂടെ എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ. അതാ ഇപ്പം പൊട്ടും. കേക്ക് കട്ട് ചെയ്യുമ്പോൾ ദാണ്ട പൊട്ടിയിരിക്കും. ഏതാനും നിമിഷങ്ങൾക്കകം അതങ്ങനെ ഏകദേശം പരിസമാപ്തിയിലെത്തി ഗൈസ്. പൊട്ടിയില്ല. ഞാൻ നാണം കെട്ടു. കഷ്ടമായിപ്പോയി. അല്ല, അതവിടെ നിൽക്കട്ടെ, ഞാനിവിടെ ഇത് പൊട്ടിക്കാൻ കിടന്നതാ കഷ്ടപ്പെടുന്നു. എൻ്റെ മോൻ വന്ന് അത് ഏറ്റെടുത്ത് ബാക്കിലിരിക്കുന്ന 2 എണ്ണം ആ സമയം കൊണ്ട് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചും കഴിഞ്ഞ് എനിക്കും കൂടി തന്ന്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ മോനും ഏകദേശം പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. അവനും തോറ്റ് തുന്നം പാടിയ സ്ഥിതിക്ക് കേക്ക് കഴിക്കാമെന്ന് വെച്ചാൽ ആൾ കേക്ക് കഴിച്ച്. അയ്യോ, എനിക്ക് നവ്യ കേക്ക് തന്നില്ല. അപ്പോൾ തിരിച്ചു കൊടുത്തില്ല. അങ്ങനെ തിരിച്ച് കുറച്ച് കേക്ക് കൊടുക്കാമെന്ന് വെച്ച്. അപ്പോൾ എൻ്റെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ മോക്കൊരാഗ്രഹം അവൾക്കും കൂടി കൊടുക്കണമെന്ന്. അങ്ങനെ അവളെന്തേ കേക്കൊക്കെ കട്ട് ചെയ്ത് നവ്യയ്ക്ക് കൊടുത്തു. അടുത്തത് ഇനിയിപ്പോൾ എൻ്റെ കെട്ടിയോൻ്റെ വക പരീക്ഷണമാണ്. ഇപ്പം നടന്നു തന്നെ. അങ്ങനെ ഏകദേശം എൻ്റെ കെട്ടിയോനും പരാജയം സമ്മതിച്ചിരിക്കുന്നു. അവസാനമായിട്ട് എൻ്റെ മോള് വന്ന് വിജയിച്ചെന്ന് വിചാരിക്കരുത്. അവൾ അതിൻ്റെ മണ്ടയിൽ വയർ ഓപ്പറേഷൻ ചെയ്ത് അതിനെ പുറത്തെടുത്തു എന്ന് വേണേൽ പറയാം. എന്നിട്ട് അത് അവിടെ എല്ലാം വാരി വിതറി. എനിക്കാണെങ്കിൽ കേക്ക് മധുരം ഒന്നും ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ട് 1 പ്ലേറ്റ് കേക്ക് മാത്രമേ എടുത്തുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സിന്ധു ചേച്ചി ഇതേ പായസം കൊണ്ട് തന്ന്. അതെനിക്ക് പിന്നെ മധുരം ഇഷ്ടമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ടൊരു 3 ഗ്ലാസ്സേ കുടിച്ചുള്ളൂ. ഇതെൻ്റെ കെട്ടിയോൻ ചപ്പാത്തിയും ചിക്കൻ കറിയും അവിടെ നിന്ന് തിന്നുവാണ് കേട്ടോ. കൂട്ടത്തിൽ ഇതേ പായസവും. അപ്പം ഞാൻ പിന്നെ എന്തായാലും കഴിച്ചൊരു കമ്പനി കൊടുക്കണമല്ലോ. ഞാനൊരു 7-8 ചപ്പാത്തി ഒരു ഇത്തിരി ചിക്കൻ കറി എടുത്ത്. ഇനിയിപ്പോൾ ഇതേ ഹോസ്റ്റലിലെ പിള്ളേർക്കുള്ള ചപ്പാത്തി ഒരു 10-100 എണ്ണം ഉണ്ട്. അതിലൊന്നും കൂടെ കുറച്ചെന്തെങ്കിലുമൊക്കെ തിന്ന് സഹായിക്കണം. അത് നവ്യയുടെ ആൻറ്റിയാണ് കേട്ടോ. ഹോസ്റ്റലിലേക്കുള്ള ഫുഡ് പൊതിയാണ്. ഈ കൊണ്ടുവന്നത് ഇഡലി സാമ്പാറുമാണ്. വൈകിട്ട് അമ്പലത്തിൽ കൊടുക്കാനുള്ളതാണ്.